നമസ്കാരം. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ഉടൻ നടക്കുകയാണ്. അതിന് മുന്നോടിയായി കേരള സംസ്ഥാനത്തെ പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം CPIയുടെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ അജയ് കുമാർ ചേരുകയാണ്. അദ്ദേഹം സമ്മേളനത്തിൻ്റെ വിശേഷങ്ങളുമായി കൂടുന്നുണ്ട്. നമസ്കാരം. ഇപ്പോൾ 25ാം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചല്ലോ. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ തീരുമാനപ്രകാരം, പാർട്ടിയുടെ തീരുമാനപ്രകാരം ഇതിൻ്റെ ആദ്യ നടപടികൾ എന്ന നിലയിൽ ഉള്ള എന്ത് ക്രമീകരണങ്ങളാണ് നടന്നിട്ടുള്ളത്? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ മാസം 25-ാം തീയതി മുതൽ പാർട്ടി ഒരു ലോക്കൽ ഒരു സമ്മേളനം കുറഞ്ഞതും നടത്തണമെന്നാണ് പാർട്ടി സംസ്ഥാന കൗൺസിലിൻ്റെ തീരുമാനം. ജില്ലാ കമ്മിറ്റി മുഖേന, പാർട്ടി മണ്ഡലം കമ്മിറ്റി മുഖേന ലോക്കൽ കമ്മിറ്റിയിലേക്ക് തന്നിരിക്കുന്നത്. അപ്രകാരം ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ 2 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് 5-ാം തീയതി നടക്കുന്നത്. ഒന്ന് വെട്ടുവഴി, ഒന്ന് ഇടയ്ക്കോട്. 2 സമ്മേളനങ്ങളാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റികളിൽ 2 നടക്കുന്ന ലോക്കൽ കമ്മിറ്റികൾ. തൊട്ട് അടുത്ത നമ്മളെടുത്തിരിക്കുന്ന ഡേറ്റുകൾ ഇപ്പോൾ 12-ാം തീയതി, 19-ാം തീയതി, 26-ാം തീയതി, അടുത്ത മാസം ഫെബ്രുവരി 2-ാം തീയതി, ഇങ്ങനെ ആണ് ഡേറ്റുകൾ എടുത്തിരിക്കുന്നത്, തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഡിസംബർ 10-ാം തീയതി നടന്ന പൂങ്കോട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു LDFിൻ്റെ ഘടകകക്ഷി എന്ന നിലയിൽ സഖാവിൻ്റെ പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, KSRTC ബസ് സ്റ്റേഷൻ നേരെ അടുത്തുള്ള KK ബ്രേക്ക്. മറ്റൊന്ന്, കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ള റോഡ്. അത് രണ്ടും ഏകദേശം ഒരു പരിധി വരെ സാധ്യമായിരിക്കുകയാണ്. മറിച്ച് അതോടൊപ്പം പറഞ്ഞതാണ് ചടയമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം കൊണ്ടുവരും ഇലക്ഷൻ കഴിയട്ടെ എന്ന്. പക്ഷേ നാളിതുവരെ അത് സംഭവിച്ചിട്ടില്ല. ഇനിയെങ്കിലും പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരു പ്രധാന പാർട്ടി എന്ന നിലയിൽ ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സഖാവും പാർട്ടിയും ശ്രമിക്കുമോ? ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് പാർട്ടിയുടെ നേതൃത്വം മാധ്യമങ്ങൾ, നിങ്ങൾ സാക്ഷി TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിരുന്നു KK ബ്രേക്കിൻ്റെ ഇത്. അന്ന് ഞങ്ങൾ പറഞ്ഞു അത് ഇലക്ഷൻ ആയതുകൊണ്ടാണ് നടക്കാത്തത്. ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തൊട്ട് അടുത്ത ദിവസങ്ങൾ തന്നെ എന്ന് പറഞ്ഞു. 10-ാം തീയതി വോട്ടിടയിൽ കഴിഞ്ഞു, 11 വോട്ടെണ്ണി, 16-ാം തീയതി തന്നെ അത് ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഒന്ന് അയ്യപ്പ ക്ഷേത്രം റോഡാണ്. ആ റോഡ് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുമ്പ് മൊത്തം തീർക്കണമെന്നായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാം, ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അവിടെ മറ്റ് പുതിയൊരു വർക്ക് ചെയ്യാൻ പറ്റില്ലെന്നറിയാം. എന്നാലും ആ പണി എനിക്ക് നമ്മൾ കാണുന്ന ഇന്നലെ തന്നെയായിരുന്നു അയ്യപ്പ ക്ഷേത്രത്തിലെ പരിപാടി. അതുമായി ബന്ധപ്പെട്ട് പാതിയോളം വർക്ക് തീർത്തു. എന്നാൽ ഉത്സവം കഴിയുമ്പോൾ ആ വർക്ക് പൂർണ്ണമായും ആ വർക്കിൻ്റെ പണി, ആ റോഡിൻ്റെ പണി തീർക്കും. പിന്നെ ചോദിച്ചത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ 26-ാം തീയതിയായിരുന്നു നൈറ്റ് ഡോക്ടർമാർ ഇൻ്റർവ്യൂ നടത്തിയത്. എന്നാൽ ചടയമംഗലത്ത് ഒരു ഡോക്ടറും ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തില്ല. അതാണ് സംഭവിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ പഞ്ചായത്ത്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് പൈസ വെച്ച് നൈറ്റിലേക്ക് ഒരു ഡോക്ടറെ എടുക്കുന്നത്. അത് ചടയമംഗലം പഞ്ചായത്താണ്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. തൊട്ടടുത്ത ദിവസം ഇൻ്റർവ്യൂ നടത്തും. സ്റ്റാഫ് എന്ന് പറയുന്ന 2 നേഴ്സുമാരും കൂടെ വരണമായിരുന്നു. അതിൽ ഒരാൾ ഇന്നലെ മെനിങ്ങാന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് 1-2 പേരൊക്കെ കുറവുണ്ട്. അതൊരു 3-4 ദിവസമായി. അതും കൂടെ വന്നാൽ ഈ മാസം തന്നെ അവിടെ കിടത്തി ചികിത്സ തുടങ്ങാൻ നോക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വിഷയമുള്ളൂ. അല്ലാതെ ഞങ്ങൾ പറഞ്ഞ വാക്കുകളിലൊന്നിനും ഒരു വ്യത്യാസവും വരത്തില്ല. പറഞ്ഞ വാക്കുകൾ കൃത്യമായി ചെയ്യും. ചടയമംഗലത്ത് ഇന്ന് ആണ് ചടയമംഗലം സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മിനി സിവിൽ സ്റ്റേഷൻ്റെ കിഫ്ബിയും ഹൗസിംഗ് ബോർഡുമായിട്ടുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അത് ഇന്ന് വൈകിട്ട് തന്നെ അതിൻ്റെ ഒരു തീരുമാനം അറിയാം. അതും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ വർക്ക് തുടങ്ങുന്ന നടപടിക്രമത്തിലേക്ക് പോവുകയാണ്. പിന്നെ 1-2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് LDF ആയിരുന്നു ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പുതിയ കുറേ വികസന കാര്യങ്ങൾ അത് വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കും. അങ്ങനെ ഈ ചടയമംഗലത്ത് ഒരു മാറ്റം എന്നുള്ള രീതി, നല്ല ഒരു മുഖച്ഛായ മാറ്റിയെടുക്കാൻ വേണ്ടി ചടയമംഗലം ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ LDF ആയിട്ടും ആലോചിച്ച് മുന്നണി സംവിധാനത്തിൽ അതിനൊന്നും ഒരു കോട്ടവും വരാതെ തന്നെ നടപ്പാക്കും. ഈ കിഴക്കൻ മേഖലയിൽ
CPയെ സംബന്ധിച്ചിടത്തോളം ധാരാളം യുവാക്കൾ പാർട്ടിയിലേക്ക് കടന്നു വരികയും പാർട്ടിയുടെ സംഘശക്തി വർദ്ധിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ പടിഞ്ഞാറൻ മേഖല എന്ന് പരിശോധിച്ചാൽ അവിടെ CPIയുടെ സംഘശേഷിക്ക് നേരിയ ഒരു കുറവ് സംഭവിച്ചതായി ഞങ്ങൾക്കൊരു തോന്നലുണ്ട്. അതേക്കുറിച്ച് എന്താണ് സെക്രട്ടറിക്ക് പറയാനുള്ളത്? CPIയെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്ന കല്ലടത്തണ്ണി മുതൽ ഇങ്ങോട്ട് ചടയങ്കലം വരെ വരുന്നൊരു പ്രദേശമാണ് CPIയുടെ ഒരു കേന്ദ്രം. അതിൽ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ കഴിഞ്ഞതിൻ്റെ അങ്ങേ തെരഞ്ഞെടുപ്പ് കൂട്ടെ ഒരു വാർഡ് മൂലങ്കോട് വാർഡ് നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളതാണ്. തുച്ഛമായ വോട്ടുകൾക്കാണെങ്കിലും പരാജയപ്പെട്ടു എന്ന് വെച്ച് പാർട്ടിയുടെ ബ്രാഞ്ചുകളുടെ എണ്ണം കുറയുകയോ പാർട്ടി മെമ്പർഷിപ്പിൻ്റെ കുറവോ ഒന്നുമല്ല. നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിമർശനമല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് അവിടെ ഒരു അടിത്തറയ്ക്ക് ഒരു കോട്ടം വന്നിട്ടില്ല. ഇന്ന് എൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ പോരയിടത്ത് സർവീസ് ഈ പാൽ സൊസൈറ്റിയിലെ തിരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ്റെ അവസാന ദിവസമായിരുന്നു. ആ സംഘത്തിൽ എതിരില്ല എന്ന് പറയാം. ആ രീതിയിലാണ് ആ സംഘത്തിൽ CPIയുടെ വേരോട്ടമുള്ളത്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാധ്യമങ്ങൾ തെറ്റായ കാഴ്ചപ്പാടാണ്. പാർട്ടിക്ക് ഒരു മോശമായ ചിത്രവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോരയിടം മേഖലയിലില്ല. പാർട്ടി അവിടെ ശക്തമാണ്, അവിടുത്തെ പാർട്ടി സഹാക്കൾ ശക്തമാണ്. അതുകൊണ്ട് പോരയിടത്ത് പാർട്ടിക്ക് സ്വന്തമായി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും പാർട്ടി നല്ല നിലവാരത്തിലാണ്. യുവാക്കളും ആവശ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വളരെയധികം നന്ദി ഈ അവസരത്തിൽ അജയകുമാറിന് രേഖപ്പെടുത്തുന്നു. സമ്മേളനങ്ങൾ വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ച് ഈ പാവം ചടയമംഗലത്തിൻ്റെ വികസനത്തിന് പങ്കാളിയാകാൻ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. ശരി.